ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വാസുദേവൻ ദേവകിക്ക് പുതിയ സാരി വാങ്ങിക്കൊടുത്തതിന് പ്രശ്നമുണ്ടാക്കുകയാണ് ജയന്തി. അച്ഛനെ എൻ്റെ കൺമുന്നിൽ വെച്ച അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുത്തത് പുത്തൻ സാരിയില്ലാതെ ഞാനും വിവാഹത്തിന് വരില്ലെന്ന് ജയന്തി പറയുമ്പോൾ, നിനക്കല്ലേ കഴിഞ്ഞ ദിവസം ചെരുപ്പ് വാങ്ങിത്തന്നത് എന്ന് പറയുകയാണ് അരവിന്ദൻ. എന്താണെങ്കിലും സാരി ഇല്ലാതെ ഞാൻ വരില്ലെന്ന് ജയന്തി പറയുമ്പോൾ, മോളെ, അമ്മ കഴിഞ്ഞ ദിവസം മോൾക്ക് അമ്മയുടെ ഒരു വള തന്നത് അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ശ്യാമയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞില്ലേ? മോളും അപ്പോൾ ഒരു സാരി വാങ്ങിയതല്ലേ? അപ്പോൾ നിങ്ങൾ കണക്ക് പറയുകയാണല്ലേ എന്ന് ജയന്തി ചോദിക്കുന്നു. അതേസമയം അഖില് തന്നുവിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് കുറെ കവറുകൾ വാസുദേവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതേസമയം അഖിലും വാസുദേവനെ വിളിക്കുന്നു. അച്ഛാ, ഞങ്ങളുടെ വിവാഹത്തിന്റെ സമ്മാനമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് കിട്ടിയോ എന്ന് അഖില് ചോദിക്കുമ്പോൾ, ഇപ്പോഴേ കൊണ്ടുവന്നതേ ഉള്ളൂ മോനെ, പൊട്ടിച്ചു നോക്കിയിട്ടില്ലെന്ന് വാസുദേവൻ പറയുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്ന് വാസുദേവൻ പറയുമ്പോൾ, ശ്യാമ വാസുദേവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ്, എന്താ അച്ഛാ, അച്ഛൻ ഞങ്ങൾ കൊടുത്തുവിട്ട സമ്മാനം സ്വീകരിക്കില്ലേ? അതിനെന്താ മോളെ, ഇതല്ലേ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞ് വാസുദേവൻ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് തന്റെ കവർ വാങ്ങിക്കൊണ്ട് ജയന്തി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണ്. അരുന്ധതിയും വിസ്മയും ചേർന്ന് ചാർമിളയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ ചാർമിളയ്ക്ക് സമ്മതമാണോ എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പോൾ, എനിക്കൊന്ന് ആലോചിക്കണമെന്നും കഴിവതും അനുകൂലമായ മറുപടി തന്നെ തരാൻ ശ്രമിക്കാമെന്നും ഒക്കെ പറഞ്ഞ് ചാർമിള ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ചാർമിള സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വിവേകിനെ കാണുന്നത്. തുടർന്ന് വിവേകിനോട് അരുന്ധതി വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചാർമിള പറയുമ്പോൾ, നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും രണ്ട് പഠിച്ച കളികളെ ലോകത്തിന്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നും വിവേക് പറയുന്നു. അവസാനം ഇതെനിക്ക് പ്രശ്നമൊന്നും ആകില്ലല്ലോ അല്ലേ എന്ന് ചാർമിള ചോദിക്കുമ്പോൾ, എല്ലാത്തിനും കൂടെ ഞാനുണ്ടെന്നും നീ അന്ന് നേരമുള്ള നീക്കങ്ങള് എന്നെ അറിയിച്ചാൽ മാത്രം മതിയെന്നും വിവേക് പറയുന്നു. അങ്ങനെ ചാർമിള അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വിഷമിച്ചിരിക്കുന്ന അമൃതന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും. ശ്യാമ അവിടെ തന്റെ വിവാഹത്തിന്റെ ആഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞെന്നും അമൃതമോളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐശ്വര്യയും അപ്പച്ചിയും കൂടി ശ്യാമയുടെ കുറ്റങ്ങൾ ഓരോന്നായി അമൃതയോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് അമൃതയ്ക്ക് ദേഷ്യം വരുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയെയുമാണ്. ചാർമിള അരുന്ധതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, വിസ്മയ്ക്ക് വേണ്ടി പാടാൻ എനിക്ക് സമ്മതമാണ്, പക്ഷേ പേയ്മെന്റ് ഒക്കെ എനിക്ക് കൃത്യമായി തന്നെ കിട്ടണം. എന്താ മോളെ, അതൊക്കെ അഡ്വാൻസ് ആയി തന്നെ തരാം. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ ഇരിക്കണം മോളെ, പുറത്തു വന്നാൽ ആകെ പ്രശ്നമാകുമെന്ന് അരുന്ധതി പറയുമ്പോൾ, അത് എന്നെയും കൂടി ബാധിക്കുന്ന കാര്യമല്ലേ, അതുകൊണ്ട് ആരും അറിയില്ലെന്ന് ചാർമിള പറയും. ഇതിന് വ്യക്തമായൊരു കരാറുണ്ട് മോളെ, കരാറ് ഞാൻ മോൾക്ക് അയച്ചു തരാമെന്ന് അരുന്ധതി പറയുമ്പോൾ, മേഡം അയച്ചാൽ മതിയെന്നും ഞാൻ സൈൻ ചെയ്ത് കൊണ്ടുതരാം, അപ്പോൾ നമുക്ക് നേരിട്ട് കാണാമല്ലോ എന്നും ചാർമിള പറയുന്നു. അങ്ങനെ ചാർമിള കോൾ കട്ട് ചെയ്തതിനു ശേഷം അരുന്ധതിയും വിസ്മയും സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര ശ്യാമയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ്. മോളെ, നാളെ വിവാഹത്തിന് മുമ്പായിട്ട് ഭക്തിഗാനം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിന് നമുക്ക് പാടാൻ വേണ്ടി കൃഷ്ണതുളസിയെ വിളിപ്പിച്ചാലോ? അഖിയോട് പറഞ്ഞാൽ അഖി എങ്ങനെയെങ്കിലും കൃഷ്ണതുളസിയെ കൊണ്ടുവരും. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അതമ്മേ, കൃഷ്ണതുളസിയുടെ പാട്ടോ എന്ന് ശ്യാമ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എന്താണെന്നറിയില്ല മോളെ, ആ കുട്ടിയുടെ പാട്ട് മനസ്സിലൊന്ന് ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടി വന്നാൽ നല്ലതായിരിക്കുമെന്ന് വസുന്ധര പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അതമ്മേ, പെട്ടെന്ന് ആ പാട്ടുകാരിയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ലേ? അതുമല്ല, ഇതൊരു ചെറിയ ചടങ്ങല്ലേ, നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ, പാട്ടുകാരുടെയൊക്കെ ആവശ്യമുണ്ടോ? കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, ലളിതമായൊരു ചടങ്ങാണെങ്കിലും ഗുരുത്വവും ഇമയും ഒക്കെ വേണ്ടേ മോളെ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല, മോളുടെയും കൂടി സന്തോഷത്തിനാണ്. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യയും അപ്പച്ചിയും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് നിങ്ങളുടെ വിവാഹം നടക്കുന്നത്, അതുകൊണ്ട് ആ കൃഷ്ണതുളസിയെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ ചടങ്ങ് അത്രയും നന്നായേനെ എന്നൊക്കെ വസുന്ധര പറയുകയാണ്. തുടർന്ന് വസുന്ധര പറയുകയാണ്, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും അത് മോളാ പാടുന്നതെന്ന്. മോളാണ് കൃഷ്ണതുളസി എന്നാ എനിക്ക് തോന്നാറ്. സത്യത്തില് മോള് പാട്ട് പഠിക്കണമായിരുന്നു എന്ന് വസുന്ധര പറയുമ്പോൾ, ഇനി അതൊക്കെ എന്തിനാമ്മേ, പാട്ടിന്റെ കാര്യമൊക്കെ അമ്മ അങ്ങ് വിട്ടേക്കാൻ ശ്യാമ പറയുന്നു. കൃഷ്ണതുളസിയെ കിട്ടിയില്ല, വേണ്ട, നമുക്ക് വിസ്മയം വിളിപ്പിച്ചാലോ? അതൊന്നും വേണ്ടെന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്താണെങ്കിലും അരുന്ധതിയെ വിളിച്ച് പറയാൻ പോവുകയാണെന്ന് വസുന്ധര പറയുന്നു. തുടർന്ന് വസുന്ധര അരുന്ധതിയെ വിളിച്ച് വിസ്മയം കൂട്ടിക്കൊണ്ട് നാളെ വരണമെന്ന് പറയുകയാണ്. ശ്യാമയെ കൊണ്ടും വിവാഹത്തിന് വസുന്ധര അരുന്ധതിയെ ക്ഷണിപ്പിക്കുന്നു. തുടർന്ന് അരുന്ധതി വിസ്മയോട് പറയുകയാണ്, മോളെ, വസുന്ധരയെ വിളിച്ചത് നാളെ ശ്യാമയുടെ കല്യാണമാണത്രേ, നീ ചെന്ന് പാടണമെന്നാ അവർ പറയുന്നത്.
മമ്മി നമ്മൾ പെട്ടു മമ്മി. കല്യാണത്തിന് നവവധുവായി ഇരിക്കുന്ന ശ്യാമ എങ്ങനെയാ നമുക്ക് വേണ്ടി വന്ന് പാട്ട് പാടുക എന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, ഇതേ എനിക്കൊരു നല്ല അവസരമായിട്ടാ തോന്നുന്നത്. ആ ചാർമിളയെ പരീക്ഷിക്കാൻ പറ്റിയ അവസരം. നാളെ നിനക്ക് വേണ്ടി പാടാൻ പോകുന്നതേ കൃഷ്ണ തുളസി ആയിരിക്കും. എന്താണെങ്കിലും ചാർമിളയായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ട സ്ഥിതിക്ക് ചാർമിളയ്ക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. എന്താണെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ശ്യാമയും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് അരുന്ധതി പറയുന്നു. തുടർന്ന് അരുന്ധതി ചാർമിളയെ വിളിച്ച് നാളെ ആനന്ദ നിലയത്തിൽ ആനന്ദവർമ്മയുടെ മകന്റെ കല്യാണമാണെന്നും അതുകൊണ്ട് നമുക്കവിടെ പാടാൻ പോകണമെന്നും മോള് രാവിലെ തന്നെ എത്തിയേക്കണമെന്നും പറയുകയാണ്. ചാർമിള കഴിവതും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുന്ധതി അതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്താണെങ്കിലും മോള് നാളെ വരണമെന്ന് പറഞ്ഞ് അരുന്ധതി കോള് കട്ട് ചെയ്യുമ്പോൾ ഒരു പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ചാർമിള. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.